ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മൈക്രോ ഗ്രീൻസ് യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ 3 പാർട്സിൽ പാർട്ട് 1 ഇന്ന് അപ്ലോഡ് ആവുന്നു. അപ്പോൾ അതിലെ പാർട്ട് 1 ബർഗറാണ്. അതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇനിയിപ്പോൾ മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മൾ ഈ പയർ, കടുക്, ഉലുവ പോലെയുള്ള വിത്തുകൾ മണ്ണിലോ പരുത്തിയിലോ ടിഷ്യൂലോ ഒക്കെ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ വിത്ത് വിതറിയിട്ടതിന് ശേഷം വെള്ളം ഇങ്ങനെ ഓരോ ദിവസം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകൾ വളർന്നു വരും. ആ തൈകളിലുള്ള ഇലകളാണ് മൈക്രോ ഗ്രീൻസ്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മൈക്രോ ഗ്രീൻസ് ആണ്. ഇത് കടുകിൻ്റെ മൈക്രോ ഗ്രീൻസ് ആണ് കേട്ടോ. ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ലീഫി വെജിറ്റബിൾസിനേക്കാൾ 70% ഇരട്ടി പോഷക ഗുണങ്ങളുള്ളതാണ് ഈ മൈക്രോ ഗ്രീൻസിന്. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഒരു റെസിപ്പീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് വൈകിക്കാതെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് മൈക്രോ ഗ്രീൻസിലെ ഇലകൾ മുറിച്ച് മാറ്റണം. ബണ്ണും ചീസും കട്ട്ലേറ്റും മാത്രമാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്. ബണ്ണ് 2ആയിട്ട് മുറിച്ച ശേഷം അതിൽ തക്കാളിയുടെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ മൈക്രോ ഗ്രീൻസ് വിതറി ചീസിൻ്റെ സ്ലൈസും ഒരു കട്ട്ലേറ്റും വെച്ച് ബണ്ണ് വെച്ച് മൂടുക. എന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ ബർഗർ സെറ്റായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ബർഗർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, വേണമെങ്കിൽ മാത്രം. നമ്മൾ ഒരുപാട് ബർഗർ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ബർഗർ ഇതാദ്യമായിരിക്കും. ബിക്കോസ് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ റെസിപ്പീസ് യൂസിങ് മൈക്രോ ഗ്രീൻസിലെ 3 പാർട്സിലെ പാർട്ട് 1 ആണ് ഇത്. അപ്പോൾ അടുത്ത 2 പാർട്സ് ഇനി വരാനുണ്ട്. അടുത്ത പാർട്ടിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. അത് സർപ്രൈസ് ആണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. See you in the next part.